ആയിരങ്ങൾ പിതൃമോശ പുണ്യം തേടിയെത്തുന്ന അന്നമനട ക്ഷേത്ര ആറാട്ടുകടവിൽ ശിവരാത്രി ആഘോഷങ്ങൾക്ക് വിപുലമായ ഒരുക്കം. മണപ്പുറത്ത് ബലിതർപ്പണത്തിന് സ്റ്റാളുകളും താത്കാലിക ക്ഷേത്രവും ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് അന്നമനട മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് മണപ്പുറത്തെ താത്കാലിക ക്ഷേത്രത്തിലേക്കുള്ള ദീപം കൈമാറും. തുടർന്ന് അന്നമനട മുരളീധരന്മാരുടെ നേതൃത്വത്തിൽ പഞ്ചവാദ്യത്തോടെ ഘോഷയാത്ര നടക്കുമെന്ന് ശിവരാത്രി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് കെ ദിനേശ് കുമാർ അറിയിച്ചു. നമ്മുടെ എല്ലാ വർഷവും അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അല്ലെങ്കിൽ ശിവരാത്രി ആഘോഷ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് ഈ വർഷവും ശിവരാത്രി ആഘോഷ കമ്മിറ്റി ഇവിടെ തയ്യാറെടുത്തിരിക്കുന്നത്. ഏകദേശം 10ഓളം ശാന്തിക്കാരെ ഉൾപ്പെടെ നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മുടെ കൊടുങ്ങല്ലൂരിൻ്റെ പ്രിയങ്കരൻ MLA സുനിൽകുമാറിൻ്റെ അധ്യക്ഷതയിൽ എല്ലാ തരത്തിലുള്ള പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, മറ്റേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മളെല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും നമ്മൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എല്ലാ ഭക്തജനങ്ങളുടെയും എല്ലാ വർഷവും നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് അന്നമനട മഹാദേവ ക്ഷേത്ര ശിവരാത്രി ആഘോഷ കമ്മിറ്റിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ വർഷവും അത്തരത്തിലുള്ള കാര്യങ്ങൾ വേണം. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ അന്നമനട മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ നിന്ന് നമ്മൾ ബദ്ധദീപം കൊളുത്തിക്കൊണ്ട് നമ്മൾ താൽക്കാലിക ക്ഷേത്രത്തിലേക്ക് നമ്മൾ പഞ്ചവാദ്യം ഉൾപ്പെടെ നമ്മൾ മണപ്പുറത്ത് വരികയും അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ ദീപാരാധനയോടുകൂടി തന്നെ ഈ വർഷത്തെ ശിവരാത്രി ആഘോഷം തുടക്കം കുറിക്കുകയാണ്.